മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്തുന്നവരോടാണ്. നിങ്ങൾക്ക് സ്വന്തമായൊരു ജീവിതമില്ലേ? നിങ്ങളുടെ സ്വന്തം ശരീരവും മനസ്സും സ്വന്തം ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങൾ നടത്തിയെടുക്കുന്നില്ലേ? പിന്നെ എന്തിനാണ് ഈ മറ്റുള്ളവരുടെ ജീവിതം കൂടി നിങ്ങൾ ജീവിക്കാൻ നോക്കുന്നത്? അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കൈകടത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടേന്നേ. അവരവരുടെ ഇഷ്ടത്തിന് ചിരിക്കുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോട്ടെ, ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിച്ചോട്ടെ. ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവർ നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ കൈകടത്തുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം ജീവിക്കാൻ പോകേണ്ടതില്ല. ആവശ്യമില്ലാത്ത കൈകടത്തലുകൾ ഒരിക്കലും നല്ലതിനുമാകില്ല. തൻ്റെ ജീവിതം, തനിക്ക് കിട്ടിയ ജീവിതം തൻ്റേതായ രീതിയിൽ ജീവിക്കാൻ കെൽപ്പുള്ളവരായതുകൊണ്ടായിരിക്കില്ലേ തമ്പുരാൻ അവർക്ക് അവരുടെ ജീവിതവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവും തന്നത്? ശരിയല്ലേ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്തുന്നവരോടാണ്. നിങ്ങൾക്ക് സ്വന്തമായൊരു ജീവിതമില്ലേ? നിങ്ങളുടെ സ്വന്തം ശരീരവും മനസ്സും സ്വന്തം ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങൾ നടത്തിയെടുക്കുന്നില്ലേ? പിന്നെ എന്തിനാണ് ഈ മറ്റുള്ളവരുടെ ജീവിതം കൂടി നിങ്ങൾ ജീവിക്കാൻ നോക്കുന്നത്? അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കൈകടത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടേന്നേ. അവരവരുടെ ഇഷ്ടത്തിന് ചിരിക്കുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോട്ടെ, ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിച്ചോട്ടെ. ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവർ നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ കൈകടത്തുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം ജീവിക്കാൻ പോകേണ്ടതില്ല. ആവശ്യമില്ലാത്ത കൈകടത്തലുകൾ ഒരിക്കലും നല്ലതിനുമാകില്ല. തൻ്റെ ജീവിതം, തനിക്ക് കിട്ടിയ ജീവിതം തൻ്റേതായ രീതിയിൽ ജീവിക്കാൻ കെൽപ്പുള്ളവരായതുകൊണ്ടായിരിക്കില്ലേ തമ്പുരാൻ അവർക്ക് അവരുടെ ജീവിതവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവും തന്നത്? ശരിയല്ലേ?